السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي أنعم علينا وهدانا إلى الإسلام، والصلاة والسلام على سيدنا محمد الذي أرشدنا إلى سبل السلام وعلى آله وصحبه والتابعين لهم بإحسان إلى يوم الدين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ച്, ഇലാഹി സാമീപ്യം ഉദ്ദേശിച്ച് സ്വലാത്തുകൾ ചൊല്ലിയ വിശ്വാസികളെ, സ്വലാത്ത് ചൊല്ലുന്നത് ഹൃദയ പ്രകാശത്തിന് കാരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ അവൻ കൽപ്പിച്ച, അവൻ ചെയ്യുന്നൊരു കാര്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം സാക്ഷതമല്ല. എന്നാൽ നശ്വരമായി ലോകത്ത് സാക്ഷതമാകുന്ന ലോകത്തേക്കുള്ള അമല് ചെയ്യാനുള്ള ഇടമാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടം. ധാരാളം കർമ്മങ്ങളിലായി ജീവിക്കാനാണ്, അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാനാണ് മനുഷ്യരോട് അള്ളാഹു തആല കൽപ്പിച്ചത്. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചത് തന്നെ അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹുവാകുന്ന ഇലാഹിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കേണ്ടത് മുഅ്മിനായ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലും കർമ്മങ്ങളിലും വാക്കുകളിലും മറ്റും അള്ളാഹുവിൻ്റെ സാമീപ്യം എങ്ങനെ കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് ഇന്നത്തെ ചെറിയൊരു നസീഹത്ത് നമുക്ക് നിർത്താം. എന്താണത്? ഇന്ന് ഖുത്ബയിൽ പല സ്ഥലങ്ങളിലും ഈ ഹദീസ് പരാമർശിച്ചിട്ടുണ്ടാകാം. എന്താണത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് എവിടെ നോക്കിയാലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ പറയുന്നൊരവസ്ഥയാണ് കാണുന്നത്. മുഅ്മിനീങ്ങളെ, അത് നമുക്ക് യോജിച്ച ഒന്നല്ല. തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷേ തെറ്റ് ചെയ്യുന്ന ആളുകളെ വിമർശിക്കുന്നവർക്ക്, തെറ്റ് ചെയ്യുന്ന ആളുകളെ കുറ്റം പറയുന്നവർക്ക്, തെറ്റ് ചെയ്യുന്നവരുടെ ഐബത്ത് പറയുന്നവർക്ക്, ഖദ്ഫ് പറയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കില്ല. ഐബത്ത് പറഞ്ഞാൽ അവരെ പൊരുത്തപ്പെടിക്കാതെ അള്ളാഹുവിൻ്റെ സാമീപ്യമുണ്ടാകുമെന്ന് കരുതേണ്ടതില്ല. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനാണ് നമ്മൾ അമല് ചെയ്യുന്നത്. എന്നാൽ ഹാജിമാർക്ക് ഒരഭിപ്രായ പ്രകാരം ഗീബത്തും പുറത്തു കൊടുക്കും എന്നുണ്ട്. അതെങ്ങനെയാണ് ഗീബത്ത് പൊറുക്കുക? ആ വ്യക്തി, പറയപ്പെടുന്ന വ്യക്തി ആരുടെ ഗീബത്താണോ പറഞ്ഞത്, അവൻ ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കരുതിയാൽ അത് പൊറുക്കൂല. നേരെ മറിച്ച് ഇവൻക്കെതിരെ ശാപവാക്കുകളൊന്നും ഉന്നയിക്കാതെ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈബത്ത് ഒരു പക്ഷേ ഹാജിമാരുടേത് പൊറുത്തേക്കാം എന്നതിലുപരി വേറൊരു ഈബത്തും അല്ലാഹു പൊറുക്കൂല, അവരുടെ പൊരുത്തപ്പെടിക്കാതെ. ഓ മുഅ്മിനീങ്ങളെ, ഒരു ഹദീസ് പറയട്ടെ. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, ഏറ്റവും ചെറിയ ഹദീസുമാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ബിഹസ്ബിൻ മിൻ ശദ്ദിൻ, അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷർർ എന്താണ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാരാണ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായവരാരാണ്? മുസ്ലിമ, ഒരു വ്യക്തി തൻ്റെ മുസ്ലിമായ കൂട്ടുകാരനെ നിന്ദിക്കലാണ്. ഒരു വ്യക്തി തൻ്റെ മുസ്ലിമായ കൂട്ടുകാരനെ നിന്ദിക്കലാണ് ഏറ്റവും മോശപ്പെട്ട കാര്യമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്.
എന്താണെന്നറിയുമോ? ബാക്കി നോക്കൂ നിങ്ങൾ. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിമിക്ക് മറ്റൊരു മുസ്ലിമിന്റെ മേലിൽ നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അവനിക്ക് അഭിമാന പ്രശ്നമാണ്. ഒന്ന്, വദമുഹു, എന്താണെന്നറിയുമോ? 3 കാര്യമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേലിൽ നിഷിദ്ധമായിട്ടുള്ളത്. ദമുഹു, 1 രക്തം ചൊരിയലാണ്, ഒരു മുസ്ലിമിനെ കൊല്ലലാണ്, ഒരു മുസ്ലിമിനെ അകാരമായി ആക്രമിക്കലാണ്, ഒരു മുസ്ലിമിനെ അവന്റെ ശരീരത്തിലേക്ക് അക്രമം അയച്ചുവിടലാണ്. അതൊരിക്കലും പാടില്ല. അതെന്തിന്റെ പേരിലാണെങ്കിലും, സ്വത്തിന്റെ പേരിലാണെങ്കിലും, മറ്റേതെങ്കിലും കുടുംബത്തിന്റെ പേരിലാണെങ്കിലും, പാർട്ടിയുടെ പേരിലാണെങ്കിലും, സംഘടനാ ബേസാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും ഒരാളെയും ആക്രമിക്കാൻ പാടില്ല, ഒരാളെയും കൊല്ലാൻ പാടില്ല. വമാലുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, വമാലുഹു, അവന്റെ സമ്പത്ത് മറ്റൊരാൾക്ക് ഹറാമാണ്. തട്ടിപ്പറിക്കൽ ഹറാമാണ്, പിടിച്ചു വധിക്കൽ ഹറാമാണ്, കളവ് നടത്തൽ ഹറാമാണ്, കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യൽ നിഷിദ്ധമാണ്, വഞ്ചിക്കൽ ഹറാമാണ്. അതുപോലെയുള്ള ദുർവിനിയോഗത്തിലൂടെ, അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലൂടെ സമ്പാദിച്ചിട്ടുണ്ടോ, അതൊക്കെ ഹറാമാണ്. പലിശക്ക് അതിൽപ്പെടുന്നതാണ്, ഹറാമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുന്നു, ഒരു മുസ്ലിമിന്റെ അഭിമാനം പിച്ച് ചീന്തുന്ന വിധം അവൻക്കെതിരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിമർശനങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളും പറഞ്ഞുകൊണ്ട് അവൻക്കെതിരെ അഴിബത്ത് പറയുന്ന അവസ്ഥ ഹറാം തന്നെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 3 കാര്യം വളരെ വ്യക്തമാക്കി പറയുന്നു. എവിടെ? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഹറാമാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ നോട്ടമുണ്ടാകില്ല. ഇത് ഇന്നത്തെ ഖുതുബയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹ് നോക്കുകയില്ല. അവൻക്ക് അള്ളാഹു തസ്കിയത്ത് നൽകുകയില്ല. അവൻക്ക് അള്ളാഹു തആല നല്ല സംരക്ഷണം നൽകുകയില്ല, നന്നാക്കുകയില്ല, തസ്കിയത്തും നൽകൂല. അവൻ അള്ളാഹുവിന്റെ നദറും ഉണ്ടാവൂല, അള്ളാഹുവിന്റെ നോട്ടവും ഉണ്ടാകൂല. വലിയ നഷ്ടമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് തന്ന ഈമാനിന്റെ വെള്ളി വെളിച്ചം കെട്ടുപോകാതെ മരണം വരെ നിലനിൽക്കണം. അതിന് അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.